ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോടൊപ്പം നടത്തിയ അന്ത്യ അത്താഴത്തിന്റെയും സ്നേഹ കൂട്ടായ്മയുടെയും ഓർമ്മകൾ പുതുക്കി വിശ്വാസികൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് പെസഹ ആചരിക്കുന്നത്. യേശുക്രിസ്തു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത് അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ ഇന്ന് കാൽ കഴുകൽ ശുശ്രൂഷ ചടങ്ങുകൾ നടന്നു. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണ പുതുക്കി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. 12 ശിഷ്യന്മാരോടൊത്തുള്ള യേശുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കലാണ് പെസഹ. പള്ളികളിൽ കാൽ കഴുകൽ ശുശ്രൂഷ, ദിവ്യബലി, ദിവ്യകാരുണ്യ ആരാധന, അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്നിവയുമുണ്ട്. പെസഹാചരണത്തിന്റെ ഭാഗമായി പല പള്ളികളിലും വിശുദ്ധ കുർബാനയും കാൽ കഴുകൽ ശുശ്രൂഷയും നടന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ കൂടിയാണ് പെസഹ. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിലെ വിശുദ്ധവാര തിരുക്കർമ്മങ്ങളോടനുബന്ധിച്ച് ഇന്ന് രാവിലെ തൈല പരികർമ്മ പൂജ നടന്നു. രൂപതാധ്യക്ഷൻ അംബ്രോസ് പുത്തൻ വീട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ രൂപതയിലെ എല്ലാ വൈദികരും ചേർന്ന് ദിവ്യബലി അർപ്പിച്ചു. ദിവ്യബലി മധ്യേ ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം, തിരുപ്പട്ടം, രോഗീലേപനം എന്നീ കൂദാശകൾ നൽകുന്നതിനാവശ്യമായ തൈലം ആശീർവദിച്ചു. വൈകിട്ട് 5:30 തിരുവത്താഴ പൂജ, പാദക്ഷാളന കർമ്മം എന്നിവ നടക്കും. ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി, കത്തീഡ്രൽ വികാരി ഡോക്ടർ ഡൊമിനിക് പിൻഹീറോ, സഹവികാരിമാരായ ഫാദർ നിഖിൽ മുട്ടിക്കൽ, ഫാദർ ടോണി കുന്നത്തൂർ, കോട്ടപ്പുറം രൂപതാ വികാരി റോക്കി റോബി കളത്തിൽ, ചാൻസലർ ഹെൽവസ് റൊസാരിയോ, പ്രൊക്കുറേറ്റർ ഫാദർ ജോബി കാട്ടാശ്ശേരി, ബിഷപ്പിന്റെ സെക്രട്ടറി ഫാദർ ബിയോൺ തോമസ് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.